നീ എന്താ ചിരിക്കണത്? നിനക്ക് പേ ഇളകിയ? രാജേട്ടന്റെ കോമഡി സിനിമകൾ റിലീസ് ആകുമ്പോൾ ഞങ്ങൾ പ്രേക്ഷകർക്ക് ഈ പായസം കുടിക്കുമ്പോൾ അതിൽ കാഷ്യൂനറ്റ് ഒക്കെ കിട്ടുന്ന ഒരു സന്തോഷമാണ്. ചിലർക്ക് അത് ഇഷ്ടല്ലേ? ബേസിലേട്ടാ രാജേട്ടനെ കൂടുതൽ ആദ്യ പടാണല്ലോ. നിങ്ങൾ ഇതിനു മുമ്പ് മീറ്റ് ചെയ്ത ഒരു സെൽഫി കഥയാണല്ലോ. ആര് പറഞ്ഞു? അതൊക്കെ ഞാൻ അറിഞ്ഞു. സംഭവം ശരിയാ. എപ്പോഴാണ് അത് ബ്രേക്ക് ചെയ്തത്? ആ ഒരു പേടിയോട് കൂടിയിട്ടാണ് രാജേട്ടന്റെ കൂടെ അഭിനയിച്ചതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ മാത്രല്ല, ശംഖുമാമൻ അറിഞ്ഞു, പിന്നെ പലരും അറിഞ്ഞു വരുന്നു, അറിയാത്തവരൊക്കെ അറിയിച്ചോണ്ടിരിക്കുന്നു. ആദ്യത്തെ ദിവസം എല്ലാരും ഒന്ന് ആളുകയാന്നൊക്കെ അങ്ങനെ പറയില്ലല്ലോ. എന്തായാലും വേണ്ടായിരുന്നു. ബേസിലേട്ടൻ നമ്മുടെ ദുബായില് പ്രൊമോഷന് വേണ്ടി പോയ സമയത്ത് പുതിമുഖം പാടിയത് ഭയങ്കരമായിട്ട് വൈറലായിട്ടുണ്ട്. ഇപ്പൊ എങ്ങനെയുണ്ട്? എന്താ ഒന്നും മിണ്ടാത്തെ? ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു ഞാൻ വിചാരിച്ചു. മുന്നും പിന്നും നോക്കാതെ ചാടി പുറപ്പെട്ട ഇങ്ങനെ ഇരിക്കും. ഇപ്പൊ പല സ്റ്റേജിൽ പോയാലും നമുക്കൊരു മൈക്കിട്ട് ഞങ്ങൾ ആദ്യം പാടുന്ന 2 വരിയായിരിക്കും പുതിയ മുഖം. ഒരു സമയത്ത് യുവാക്കളെ ഇങ്ങനെ കോരിത്തെരിപ്പിച്ചൊരു പാട്ട് ഇത്ര വലിയൊരു കോമഡി പീസ് ആയിരുന്നു. സോറി, അറിഞ്ഞോണ്ടല്ല, മനഃപൂർവ്വല്ലേ. രാജേട്ടൻ ആ സമയത്ത് ഒരുപാട് നിർബന്ധിച്ചു, പാടൂ പ്ലീസ്, പ്ലീസ് ഒരിക്കൽ കൂടി പാടൂ പ്ലീസ്. സാരമില്ല, ഒരബദ്ധം ആർക്കും പറ്റും. ഭയങ്കര ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് ബേസിൽ. എന്താ പ്രയോജനം? ഈ എറിയ അറിയാവുന്നതിന്റെ കയ്യിൽ ദൈവം വടി കൊടുക്കൂല. എവിടാ വീട്? അനശ്വര ഇപ്പൊ ചെയ്യുന്ന സിനിമകള് നമ്മള് റിലീസിന് ഒരുങ്ങുമ്പോൾ നമ്മൾ എല്ലാവരും പറയും ഈ സിനിമ ഹിറ്റ് അടിക്കുന്നു പറയാറുണ്ട്. അതാ നിന്റെ വിഷമം? അല്ല പിന്നെ ഈ ഭാഗ്യ നടി എന്ന് പറയുന്ന പേര് വരുമ്പോ അനശ്വരയ്ക്ക് അത് എങ്ങനെയാണ് എടുക്കുക? പറയാം. ഞാനത് ആ ഒരു സാധനം ഒന്നും എടുത്ത് തലയിൽ വെക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല. എനിക്കത് വേണ്ടതാണ്. ബിക്കോസ് അതൊരു സിനിമ പൊട്ടുന്നവര് ഉണ്ടാവുള്ളൂ അല്ലേ. സ്വാഭാവികം. അതിന്റെ പിന്നിൽ വർക്ക് ചെയ്യുന്ന നമ്മളെക്കാളും കൂടുതൽ കഷ്ടപ്പെടുന്ന ആൾക്കാർ അതിന്റെ ഓഫ് സ്ക്രീനിലുണ്ട്. മനസ്സിലായി? അതെങ്ങനെ മനസ്സിലായി? പറഞ്ഞപ്പോ അനശ്വരയൊക്കെ ജനിച്ചു തരുന്ന മാസങ്ങൾക്കുള്ളിൽ തന്നെ സിനിമാ നടിയാണെന്ന് ആഗ്രഹിച്ച കുട്ടിയാണെന്ന് ഇപ്പൊ പറയുകയുണ്ടായി. അയ്യോ, ആര് പറഞ്ഞു പിടിപ്പിച്ചു ഈ പുളുവൊക്കെ? നീ ഇത് കേട്ടോടാ? അല്ലേ? അങ്ങനല്ലേ പറഞ്ഞത്? പിന്നെ ഒരു കാര്യം, ഞാൻ ജനിക്കുമ്പോഴേ ഞാൻ കളിയാക്കാതെ രാമോട്ടാ, ഞാൻ കാര്യായിട്ടാ. എനിക്ക് ഞാൻ ഫസ്റ്റ് 2 days ഒക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഡ്രസ്സിലും മൊത്തത്തിലും പരിപാടിയൊക്കെ ആയിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. എന്നിട്ട് എന്താ കാര്യം? നേരിൽ അനശ്വര ഭയങ്കര അടിപൊളിയായിരുന്നു. അത് ഒരു സന്തോഷത്തിന്. അത് തെറ്റാണെങ്കിൽ ക്ഷമിച്ചാരോ, മാപ്പ് പോരെ. ബേസിൽ ജോസഫ് രാട്ടുംതോലിട്ട ചെന്നായാണ്. ഈ അറിവ് എവിടുന്ന് കിട്ടി? പത്രത്തിൽ നിന്ന് അടിച്ചു മാറ്റിയതാ. 150 സിനിമകൾ ഇറങ്ങിയിട്ട് 100 സിനിമ വിജയിച്ച ഒരു വർഷം ഒരു സിനിമ ഇൻഡസ്ട്രിയിലും ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. കാരണം ബേസിക്കലി ഹൈ ഫെയിലിയർ റേറ്റ് ഉള്ള ബിസിനസ് ആണ്. സോ ആസ് എ ബിസിനസ് ഇറ്റ് ഡസന്റ് മേക്ക് സെൻസ്. അത് ആദ്യമേ നമ്മൾ മനസ്സിലാക്കണം. ബ്രില്യന്റ്, താൻ ആള് കൊള്ളാമല്ലോ, ഒരു സർവ്വവിജ്ഞാനകോശം തന്നെ. ഏയ്, അങ്ങനെയൊന്നുമില്ല. എല്ലാവർക്കും സന്തോഷമായല്ലോ. എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിരിഞ്ഞു പോവാം.